ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ സംഘർഷി ചതുർത്ഥിയാണ്. എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം ഭഗവാനെ. കാരണം വളരെ പ്രത്യേകതയുള്ള ഒരു ചതുർത്ഥിയാണ് നാളത്തെ സംഘഷ്ടി ചതുർത്ഥി. ഭഗവാനെ ലംബോദര രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓം ലംബോദരായ നമ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാന് നൈവേദ്യം വെക്കണം. ഇന്ന് പറയാൻ വന്നത് ആരാണ് വിഘ്നേശ്വരൻ അല്ലെങ്കിൽ ആരാണ് ഗണപതി. നമുക്കറിയാം ഭഗവാൻ പരമശിവൻ്റെയും ശ്രീ പാർവതിയുടെയും പുത്രനാണ് വിഘ്നേശ്വരൻ. വിഘ്നേശ്വരന് ആ ആനയുടെ തല എങ്ങനെ കിട്ടിയെന്ന് ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ പാർവതീദേവി കുളിക്കാനായിട്ട് പോകുന്നു. ആ സമയത്ത് നന്ദി ഭഗവാനോട് പറയുന്നു, ആരും അകത്തേക്ക് വരാതെ കാവൽ നിൽക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് ഭഗവാൻ പരമശിവൻ അവിടെ വരുന്നു. പക്ഷേ നന്ദി ഭഗവാന് തൻ്റെ യജമാനനാണ്, ഭഗവാനെ തടയാൻ കഴിയുന്നില്ല. ഇതുമൂലം പാർവതീദേവിക്ക് വളരെയധികം വിഷമമുണ്ടാവുകയും തനിക്ക് സ്വന്തമായി തന്നെ മാത്രം അനുസരിക്കുന്ന ഒരു പുത്രൻ വേണമെന്ന് തോന്നുകയും വെളുത്ത കളിമണ്ണ് കൊണ്ട്, അതല്ലെങ്കിൽ ചിലർ പറയുന്നു ചില പുസ്തകങ്ങളിൽ വെളുത്ത കളിമണ്ണെന്നും ചില പുസ്തകങ്ങളിൽ തൻ്റെ ശരീരത്തിലെ ചന്ദന തൈലമെന്നും അല്ലെങ്കിൽ ചന്ദനം കൊണ്ടും ഉണ്ടാക്കിയതാണ് വിഘ്നേശ്വരനെ എന്നും പറയുന്നുണ്ട്. എന്തുതന്നെയായാലും വെളുത്ത നിറത്തിലാണ് ഭഗവാനെ സൃഷ്ടിച്ചത്. അങ്ങനെ നല്ല സുന്ദരനായ ഒരു ബാലനായിരുന്നു. ആ ബാലനെ തൻ്റെ അറയ്ക്ക് പുറത്ത് കാവൽ നിർത്തുകയും ദേവി കുളിക്കാനായിട്ട് പോകുന്നു, വീണ്ടും പഴയതുപോലെ തന്നെ. എന്നിട്ട് പറയുന്നു, ആരെയും അകത്തേക്ക് കടത്തി വിടരുത് എന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും ഭഗവാൻ മഹാദേവൻ അവിടെ വരുന്നു. അപ്പം ഭഗവാൻ മഹാദേവനെ ഈ ബാലൻ അറിയില്ല. ബാലൻ മഹാദേവനോട്, ബാലൻ്റെ യജമാനനല്ല മഹാദേവൻ, ദേവിയാണ്. അതുകൊണ്ട് മഹാദേവനെ കടത്തിവിടുന്നില്ല. അതിൽ ക്രുദ്ധനായി മഹാദേവൻ ഈ ബാലനെ വധിക്കുന്നു, ശിരസ് മുറിച്ചിട്ട് വധിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ പുത്രൻ്റെ മരണവിവരം അറിഞ്ഞ ശ്രീ പാർവതീദേവി വളരെയധികം ക്രുദ്ധയാവുകയും തൻ്റെ പുത്രനെ തിരിച്ചു വേണം എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മഹാദേവൻ ഭൂതഗണങ്ങളോട് പറയുകയാണ്, വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിയുടെ തല വെട്ടിക്കൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ ഭൂതഗണങ്ങൾ, നന്ദി ഭഗവാൻ ഉൾപ്പെടെയുള്ള ഭൂതഗണങ്ങൾ അന്വേഷിച്ചു പോകുന്നു. അന്വേഷിച്ചു പോയപ്പോൾ ഒരു ജീവിയും ഒരു മനുഷ്യരും വടക്കോട്ട് തലവെച്ച് കിടക്കുന്നില്ല. അവസാനം ഒരു ആനയാണ് വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത്. അതിൻ്റെ തല വെട്ടിക്കൊണ്ട് വരികയും ഈ ശിരസ് ഭേദിച്ച ഈ പുത്രൻ്റെ ശിരസിൽ വെച്ച് ഭഗവാൻ ആ പുത്രനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ പുത്രനെ അനുഗ്രഹിക്കുന്നു ഭഗവാൻ. അതായത് വേലായുധ സ്വാമിയോട് കൂടെ തന്നെ തൻ്റെ പുത്രനായി അംഗീകരിക്കുമെന്നും അതുപോലെ തന്നെ തൻ്റെ ഭൂതഗണങ്ങളുടെ പതിയായി ഗണപതി എന്ന നാമത്തിൽ ഇദ്ദേഹം അറിയപ്പെടുമെന്നും, അതുപോലെ ഏതൊരു പൂജ ചെയ്യുമ്പോഴും ആദ്യം പൂജിക്കേണ്ടത് വിഘ്നേശ്വരനെയാണെന്നും അതല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിഘ്നേശ്വരൻ എന്ന മറ്റൊരു പേരുണ്ടാകുമെന്നും, ഒരു ഹെഡില്ല, നായകനില്ലാത്തത് കൊണ്ട് ആരും വിഘ്നേശ്വരന് അധിപതിയായിട്ടില്ല, വിഘ്നേശ്വരൻ തന്നെയാണ് അധിപതി. അതുകൊണ്ട് വിനായകൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിനായകൻ എന്ന പേര് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നാമങ്ങളെല്ലാം കൊടുത്ത് വിഘ്നേശ്വരനെ അല്ലെങ്കിൽ ഗണപതിയെ അനുഗ്രഹിക്കുന്നു ഭഗവാൻ. ഇതോടുകൂടി പാർവതീദേവിക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് വിഘ്നേശ്വരൻ്റെ ആ വലിയ വയറ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ വലിയ തല എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ ചെവി മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ വലിയ ചെവി സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അയലത്തെ വീട്ടിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനല്ല. അത് രാജാവാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് തൻ്റെ പ്രജകളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ചെവി കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഏത് പൂജ ചെയ്യുമ്പോഴും ആ പൂജയുടെ ആദ്യം വിഘ്നേശ്വരനെയാണ് പൂജിക്കുന്നത്. അപ്പോൾ ചില കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ചിലർ പൂജ ചെയ്യും. ആ പൂജകളുടെയും എല്ലാം ആദ്യം എന്താ ചെയ്യുന്നത്? വിഘ്നേശ്വരനെ പൂജിച്ചിട്ടാണ് ഏത് തരത്തിലുള്ള പൂജകളായാലും നടത്തുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട്, രാജാവാണ്, പ്രജകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതുമെല്ലാം ശ്രദ്ധയോടുകൂടി
ശ്രദ്ധയോടുകൂടി കേട്ട് എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ചെവി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തുമ്പിക്കൈ ഓങ്കാരമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് തുമ്പിക്കൈ. വെളുത്ത നിറമാണ്, ഭഗവാന് അതീവ സുന്ദരനാണ്. ഇതാണ് ഭഗവാന്റെ ആ രൂപത്തിൻ്റെ പ്രത്യേകത. അതുപോലെ വലിയ ബുദ്ധിശാലിയാണ്. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ മഹാഭാരതം എഴുതാനായിട്ട് വിഘ്നേശ്വരനെ സെലക്ട് ചെയ്തത്. നാരദമുനിയാണ് പറഞ്ഞു കൊടുക്കുന്നു വ്യാസഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിർത്താതെ, സംശയം ചോദിക്കാതെ, എന്നാൽ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് എഴുതാൻ പറ്റുന്ന ആരാണുള്ളതെന്ന് നാരദരോട് ചോദിക്കുമ്പോൾ നാരദനാണ് വിഘ്നേശ്വരൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഗണപതിയാണ് എഴുതുന്നത്. അപ്പോൾ അത്രത്തോളം ജ്ഞാനവും ബുദ്ധിയുമുള്ള ആളാണ്. അതുകൊണ്ടാണ് വലിയ ബുദ്ധിയുള്ള ആളുകളെ അവൻ ആനത്തലയാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത്രയും ബുദ്ധിശാലിയാണ്, വിദ്യാഗണപതിയാണ്. ഇതാണ് ഗണപതിയുടെ പ്രത്യേകതകൾ. ഇനി ഗണപതിയുടെ തുമ്പിക്കൈ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഗണപതിയുടെ തുമ്പിക്കൈ. ഇനി തുമ്പിക്കൈ ചില ഫോട്ടോകളിൽ അല്ലെങ്കിൽ ചില പ്രതിമകളിൽ ഇടത്തോട്ട് വളഞ്ഞും, ചില ഫോട്ടോകളിൽ നേരെയും, ചില ഫോട്ടോകളിൽ അല്ലെങ്കിൽ ചില വിഗ്രഹങ്ങളിൽ വലത്തോട്ട് വളഞ്ഞും ഇരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. ഇടത്തോട്ട് വളഞ്ഞ്, അതായത് തുമ്പിക്കൈ ഇടത്തോട്ടാണ്, അതായത് ഭഗവാന്റെ ഇടതുവശത്തേക്കാണ് വളഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഗണപതിയെ വാമമുഖി ഗണേശൻ എന്നാണ് പറയുന്നത്. വിജയത്തിൻ്റെയും ഭൗതിക നേട്ടങ്ങളുടെയും സമൃദ്ധിയുടെയും രൂപമാണ് ഇടത്തോട്ട് തുമ്പിക്കൈ വളഞ്ഞിരിക്കുന്ന വിഘ്നേശ്വരൻ്റെ രൂപം. ഇനി വാസ്തു സംബന്ധമായ ദോഷമുള്ളവരും ഈ രൂപത്തിലുള്ള വിഘ്നേശ്വരനെ മേടിച്ച് വീട്ടിൽ വെക്കാവുന്നതാണ്. അമ്മ ഗൗരീദേവിയെ അല്ലെങ്കിൽ പാർവതീദേവിയുടെ ആ ഒരു വശത്തേക്കാണ് ഈ തുമ്പിക്കൈ വളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഗണേശ വിഗ്രഹത്തിൻ്റെയോ അതല്ലെങ്കിൽ ഫോട്ടോയുടെയോ തുമ്പിക്കൈ ഇടത്തോട്ട് വളഞ്ഞതായിരിക്കണം. ഇടത്തോട്ട് വളഞ്ഞ തുമ്പിക്കൈയുള്ള ഫോട്ടോകൾ മാത്രമേ നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കാൻ പാടുള്ളൂ. വാമമുഖി ഗണേശൻ എന്നാണ് പറയുന്നത്. ഇനി വലത്തോട്ട് വളഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയുള്ള ഫോട്ടോകളോ അല്ലെങ്കിൽ പ്രതിമകളോ ഉണ്ട്. അത് സാധാരണ ക്ഷേത്രത്തിലാണ് വെക്കുന്നത്. ആ രൂപത്തിന് പറയുന്നത് സിദ്ധി വിനായകൻ എന്നാണ്. അതിന് അങ്ങനെ ക്ഷേത്രത്തിൽ മാത്രമേ അത് വെച്ച് പൂജിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണം വൈദിക ആചാരങ്ങൾ അനുസരിച്ചിട്ട്, അതായത് താന്ത്രികമായ ആരാധനാക്രമങ്ങളാണ് അങ്ങനെയുള്ള വിഘ്നേശ്വരന് കൊടുക്കേണ്ടത്. നമുക്ക് വീട്ടിൽ വെച്ച് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പൂജിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൃത്യനിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു മന്ത്രോച്ചാരണത്തോടു കൂടിയൊന്നും പൂജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലത്തോട്ട് വളഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയുള്ള പ്രതിമകളോ ഫോട്ടോകളോ ക്ഷേത്രത്തിലാണ് വെച്ച് പൂജിക്കേണ്ടത്. ഇനി നേരെ ഇരിക്കുന്ന തുമ്പിക്കൈയുള്ള പടങ്ങളുണ്ട്. അത് മോക്ഷത്തെയാണ്, അതായത് നമ്മുടെ ഈ ലൗകിക കാര്യങ്ങളിൽ നിന്നെല്ലാം വെടിഞ്ഞ് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തുമ്പിക്കൈ നേരെയുള്ള ഫോട്ടോ വെച്ച് പൂജിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ വെച്ച് നമ്മൾ പൂജിക്കേണ്ടത് ഇടത്തോട്ട് വളഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയുള്ള ഫോട്ടോയാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ് വെക്കേണ്ടത്. ഇനി ഭഗവാന് 2 കൊമ്പുകളാണുള്ളത്. വലത്തെ കൊമ്പ് ജ്ഞാനത്തെയും ഇടത്തെ കൊമ്പ് വികാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇടതു കൊമ്പാണ് ഒടിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ പൂർണ്ണതയെ കൈവരിക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ട് വികാരത്തെ കീഴ്പ്പെടുത്തണം. അതുകൊണ്ടാണ് ഇടതുവശത്തെ കൊമ്പ് ഒടിഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇടതുവശത്തെ കൊമ്പ് വികാരമാണ്, വലതുവശത്തെ കൊമ്പ് ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വിഘ്നേശ്വരനെ പറ്റി പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ സംകഷ്ടി ചതുർത്ഥിയാണ്. എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാറുന്നതിനായിട്ട് നമ്മൾ നാളത്തെ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഇനി ഉപവസിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ശുദ്ധാഹാരത്തിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനെ ഒരു തേങ്ങയൊക്കെ ഉടച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു തേങ്ങാമുറിയൊക്കെ പൊട്ടിച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണം. എന്തു തന്നെയായാലും
വിഘ്നേശ്വരനോടുള്ള നാളത്തെ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത്. അപ്പോൾ സംകഷ്ടി ചതുർത്ഥിയാണ്, നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറും. ലംബോദര രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ലംബോദരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ വലിയ രൂപം, ഭഗവാന്റെ ആ വലിയ രൂപത്തിലുള്ള ആ ഭഗവാനെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. എല്ലാ ഗണപതികളിലും ഏറ്റവും വലിയ രൂപത്തിലിരിക്കുന്ന രൂപമാണ് ലംബോദര രൂപം. ഓം ലംബോദരായ നമേന്ന് നമുക്ക് 108 തവണ ജപിക്കാം. ഭഗവാന് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും പ്രസാദങ്ങളൊക്കെ വെക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.